പ്രതിസന്ധികൾ കുന്നുകൂടിയതോടെ സ്വകാര്യ ബസ്സുകൾ നടത്തിവന്ന കാരുണ്യ യാത്രകളും നിലച്ചു. ഇതോടെ വലിയ നിരാശയിലാണ് നിർധനരായ പല രോഗികളും അതുപോലെ തന്നെ ഇവരെ സഹായിക്കാനിറങ്ങിയ ചികിത്സാ കമ്മിറ്റികളും. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. KSRTCയിലെ പ്രിയദർശിനി സൗജന്യ യാത്രയും ഇന്ധനവില വർധനവുമെല്ലാമായി പ്രതിസന്ധികൾ വരിഞ്ഞു മുറുക്കിയതോടെ സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായതാണ് നിർധനരായ രോഗികളെയും അതുപോലെ തന്നെ ഇവരെ സഹായിക്കാനിറങ്ങിയ ചികിത്സാ കമ്മിറ്റികളെയും ആശങ്കയിലും നിരാശയിലും ആഴ്ത്തുന്നത്. മാരക രോഗം ബാധിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനായി നാട്ടുകാർ നടത്തുന്ന പല പരിശ്രമങ്ങളിലും കാരുണ്യയാത്രയിലൂടെ നാളിതുവരെ സ്വകാര്യ ബസ്സുകൾ നൽകിവന്ന പിന്തുണ വലുതും വിലമതിക്കാനാകാത്തതുമാണ്. ഒരാൾക്ക് വേണ്ടിയെങ്കിലും കാരുണ്യയാത്ര നടത്താത്ത സ്വകാര്യ ബസ്സുകൾ ജില്ലയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തിലെ പുനരധിവാസത്തിലേക്കായി ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒന്നടങ്കം കാരുണ്യയാത്ര നടത്തി തുക സമാഹരിച്ച് സഹായമായി കൈമാറിയതും നമ്മുടെ മുന്നിലുണ്ട്. ഇന്ധനച്ചിലവ് മാത്രമെടുത്ത് പലപ്പോഴും ജീവനക്കാരുടെ ശമ്പളം പോലും സംഭാവനയായി നൽകിയാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി പല ബസ്സുകളും സഹായ സമാഹരണം മുൻനിർത്തി സൗജന്യ സർവീസ് നടത്താറുള്ളത്. അതിനെല്ലാം വലിയ തിരിച്ചടി നൽകുന്നതാണ് ഇപ്പോൾ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധി. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഗുരുതരമായ അവസ്ഥയിലാണ് തങ്ങളെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഞാൻ ഈ തമ്പുരാട്ടി ബസ്സിന്റെ ഓണറാണ്. എനിക്ക് 2 ബസ്സുണ്ട്, ഒന്ന് തഞ്ഞൂര് കാഞ്ഞങ്ങാട്, ഒന്ന് പരപ്പ കാഞ്ഞങ്ങാട്. ഇപ്പോൾ സ്ത്രീ സൗജന്യം വന്നുകൊണ്ട് ഒരു ഉറുപ്പ്യ ബാക്കിയാകുന്നില്ല. പമ്പിലെല്ലാം കടത്തിലാ ഓടുന്നു. കോവിഡ് കാലത്ത് പോലും ഒരാൾ ഒരു സീറ്റ് ഇട്ടിട്ട് സർവീസ് നടത്തിയൊരു വ്യക്തിയാണ്. അന്ന് ഞാൻ എന്റെ കളിക്കാർക്ക് പാർസൽ ഭക്ഷണം എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുകയായിരുന്നു. അതുപോലെ അത് ഞാൻ ഒരു 10 കാരുണ്യയാത്ര നടത്തി. എന്റെ നാട്ടിലല്ല, എന്റെ നാട് മടിക്കുകയാണ്, കിഴക്കൻ ആ ഏരിയയിൽ. അതുപോലെ ഈ കാഴ്ചമരം, പരപ്പ, കോളംകുളം അങ്ങനെയുള്ള ഏരിയയിലാണ് ഞാൻ കാരുണ്യയാത്ര നടത്തിയത്. 10 യാത്ര നടത്തിയത്. നല്ലൊരു പൈസ ഞാൻ 1 ലക്ഷത്തിന് മുകളിൽ 1.40 വരെ ഞാൻ പണിക്കാരെ ശമ്പളം വരെ എടുക്കാണ്ട് ആ എണ്ണ പൈസ മാത്രം എടുത്തുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായി. പമ്പിന് ദിവസം 500-600 അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പലരും കാര്യമാക്കാറില്ലെങ്കിലും സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്രകൾ ഒരിക്കലും മറക്കാനാകാത്ത ആശ്വാസത്തിൻ്റെയും അത്താണിയുടെയും കൈത്താങ്ങാണ്. രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്ന പലരുടെയും ചികിത്സയ്ക്ക് വേണ്ടി ഇതുവരെ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഏതാണ്ട് 2 കോടിയോളം രൂപ കാരുണ്യയാത്രയിലൂടെ സമാഹരിച്ച് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തങ്ങൾ ദുരിതങ്ങളുടെ തീരാക്കയത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ കരകയറ്റാൻ ആരുമില്ലെന്ന തിരിച്ചറിവ് ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നാണ് അഭ്യുദയകാംക്ഷികളെല്ലാം വിലയിരുത്തുന്നതും ചൂണ്ടിക്കാട്ടുന്നതും. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.